നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ വൃശ്ചികം 1 നാഗപ്രീതി തേടി ആയിരങ്ങളെത്തി. നാഗദേവതകളെ ദർശനം നടത്താൻ പുലർച്ചെ മുതൽ ഭക്തജനങ്ങളുടെ നീണ്ട നിര കാണപ്പെട്ടു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കിക്കൊണ്ടിരുന്ന 2 സ്ഥാപനങ്ങൾ നഗരസഭ സീൽ ചെയ്തു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ത് ടൂറിസ്റ്റ് ഹോം, സർവീസ് റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തീരം റെസ്റ്റോറന്റ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. അന്നമനട സർക്കാർ UP സ്കൂളിൽ നടന്ന കലോത്സവം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ വൃശ്ചികം 1 നാഗപ്രീതി തേടി ആയിരങ്ങളെത്തി. നാഗദേവതകളെ ദർശനം നടത്തിയ ഭക്തർ സർപ്പത്തിന് 100 പാലും കദളിപ്പഴം, മഞ്ഞൾപ്പൊടി, പാൽപായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തി സായുജ്യരായി. പുലർച്ചെ മുതൽ ഭക്തജനങ്ങളുടെ നീണ്ട നിരയാണ് കാണപ്പെട്ടത്. പാമ്പുമേക്കാട്ട് മന ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. പുണ്യപുരാതനമായ മനയിലെ കിഴക്കിനിയിലാണ് വാസുകിയുടെയും നാഗയക്ഷിയുടെയും സാന്നിധ്യമുള്ളതെന്നാണ് വിശ്വാസം. അനുദിനം അസംഖ്യം ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി ദർശനം നടത്തി സായുജ്യമടയുന്നു. സർപ്പകോപം നിമിത്തം ക്ലേശമനുഭവിക്കുന്നവർ മനയിൽ ആശ്വാസം ലഭിക്കുവാൻ എത്തുന്നുണ്ട്. കിഴക്കിനിയിലെ കെടാവിളക്കുകൾക്ക് മുമ്പിൽ നിത്യപത്മമിട്ട പൂജയാണ് പതിവായിട്ടുള്ളത്. ഈ കെടാവിളക്കുകളിലെ എണ്ണയും മഷിയുമാണ് സർപ്പകോപം മൂലമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾക്ക് സിദ്ധൌഷധമായി നൽകുന്നത്. ഒരു കാലത്ത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മിഥുനം, കർക്കിടകം, ചിങ്ങം ഒഴികെ വരുന്ന എല്ലാ മലയാളം 1-ാം തീയതിയും കർക്കിടകം അവസാന ദിവസവും മേടം 10-നും എല്ലാ ഭക്തജനങ്ങൾക്കും മനയുടെ എല്ലാ കാവുകളിലേക്കും പ്രവേശിക്കാം. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കിക്കൊണ്ടിരുന്ന 2 സ്ഥാപനങ്ങൾ നഗരസഭ സീൽ ചെയ്തു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ത് ടൂറിസ്റ്റ് ഹോം, സർവീസ് റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തീരം റെസ്റ്റോറന്റ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും നഗരസഭാ ചെയർമാൻ AB ജോർജ് പറഞ്ഞു. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. 2 സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലമാണ് കാനയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നത്. പൈപ്പിന്റെ ഉറവിടം വരും ദിവസങ്ങളിൽ കണ്ടെത്തി മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. മാസങ്ങളായി ദുർഗന്ധം വരുന്ന കറുത്ത മലിനജലം ഒഴുകി വരുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ AB ജോർജിന്റെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയെങ്കിലും പൈപ്പുകൾ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. വെള്ളിയാഴ്ച കാനയിലെ മലിനജലം പൈപ്പ് ഉപയോഗിച്ച് വാഹനത്തിലേക്ക് മാറ്റി പരിശോധന നടത്തിയപ്പോഴാണ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പൈപ്പുകൾ കാനയിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടെത്തിയത്. കക്കൂസ് മാലിന്യമടക്കം റോഡിലേക്ക് ഒഴുകുന്നത് മൂലം വലിയ ദുർഗന്ധമായിരുന്നു. രാത്രി സമയത്താണ് മലിനജലം കാനയിലേക്ക് ഒഴുക്കിവിട്ടിരുന്നത്. മലിനജലം കാന നിറഞ്ഞ റോഡിലേക്കും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കും ഒലിച്ചു പോവുകയായിരുന്നു. ഈ മലിനജലത്തിലൂടെ ചവിട്ടിയാണ് യാത്രക്കാരടക്കമുള്ള ജനങ്ങൾ മാസങ്ങളായി ഇതുവഴി സഞ്ചരിച്ചിരുന്നത്. സമീപത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് കൂടുതലായി ദുരിതം അനുഭവിച്ചിരുന്നത്. പരിശോധനയ്ക്ക് ആരോഗ്യ വിഭാഗം ചെയർമാൻ ദീപു ദിനേശ്, കൗൺസിലർ തോമസ് മാളിയേക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിജി TD, JHIമാരായ സിനോ മരിയ, AS സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. അന്നമനട സർക്കാർ UP സ്കൂളിൽ നടന്ന കലോത്സവം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കളുടെ കായികപരമായിട്ടും കലാപരമായിട്ടുമുള്ള അഭിരുചിയെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും നല്ല മാതൃകയായിട്ട് ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൊച്ചുമക്കളെയും ചേർത്ത് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബാലസൗഹൃദം എന്നുള്ള ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഏതെല്ലാം മേഖലയിലേക്കാണോ നമ്മുടെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് എന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ
നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റ് ഇതര പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരായ മഞ്ജു സതീശൻ, ടി കെ സതീശൻ, കെ എ ഇക്ബാൽ, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ സി രവി, പഞ്ചായത്ത് അംഗങ്ങളായ ഷിജ നസീർ, മോളി വർഗീസ്, എം യു കൃഷ്ണകുമാർ, കെ എ ബൈജു, CDPO അനീസ റാണി, BBC ഡോക്ടർ പി ലിജു, സിസ്റ്റർ ജോസ്ലിൻ, സ്കൂൾ പ്രധാനാധ്യാപിക സൈന ബഷീർ, ICDS സൂപ്പർവൈസർ സവിത ശശി എന്നിവർ സംസാരിച്ചു. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫെറോന ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഊട്ടുനേർച്ച നടന്നു. കുർബാന, ദിവ്യബലി, രൂപമെഴുന്നള്ളിപ്പ്, ഊട്ടുനേർച്ച വിതരണം എന്നീ ചടങ്ങുകൾ നടന്നു. നവംബർ 17 ഞായറാഴ്ചയാണ് തിരുനാൾ. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് പൂപ്പത്തി മേഖലാ കുടുംബ സംഗമം നടന്നു. PP പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ പ്രകടനം, അതായത് നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ 1000-ന് മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. ഒരു ബ്ലോക്കിൽ നിന്ന് 50-60 പേരുണ്ടാകുമ്പോൾ 22 ബ്ലോക്കാണ് നമ്മുടെ ജില്ലകളിൽ. അപ്പോൾ നിങ്ങൾ കണക്കൂട്ടിക്കോ എത്ര പേരുണ്ട്. അങ്ങനെ മൊത്തം 14 ജില്ലയിൽ നിന്ന് നമ്മൾ ഊഹിക്കാവുന്നതിൽ അത്രയധികം ഇതുവരെ നമ്മൾ കണ്ടത് ഏറ്റവും വലിയ പ്രകടനമായി. ആ പ്രകടനത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആയിരുന്നു ഏറ്റവും കൂടുതൽ വനിതകളുണ്ടായിരുന്നു. അത് എടുത്തു പറയാവുന്നൊരു പോയിന്റ്. AV നാരായണൻ അധ്യക്ഷത വഹിച്ചു. AF സുബ്രഹ്മണ്യൻ, KB ശശി, NT വാസു, TK സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. അതിരപ്പിള്ളി വെട്ടിക്കുഴി നോട്ടർ ഡേമ സ്കൂളിൽ നടന്ന തൃശൂർ സെൻട്രൽ സഹോദയ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വെട്ടിക്കുഴി നോട്ടർ ഡേമും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ SN വിദ്യാഭവൻ ചന്ദ്രാപ്പിനിയും ജേതാക്കളായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മാള ഹോളി ഗ്രേസ് അക്കാദമിക്കാണ് 2ാം സ്ഥാനം. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ 2ാം സ്ഥാനം നേടി. മത്സരങ്ങൾ പഞ്ചായത്ത് അംഗം മനു പോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ത്രോബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ആകാശ്, നോട്ട് ഡെമോ മാനേജർ സിസ്റ്റർ മേഴ്സി, PTA പ്രസിഡന്റ് ദിലിക് ദിവാകരൻ, IM പ്രവീൺകുമാർ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ വൃശ്ചികം 1-ന് നാഗപ്രീതി തേടി ആയിരങ്ങളെത്തി. നാഗദേവതകളെ ദർശനം നടത്താൻ പുലർച്ചെ മുതൽ ഭക്തജനങ്ങളുടെ നീണ്ട നിര കാണപ്പെട്ടു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കിക്കൊണ്ടിരുന്ന 2 സ്ഥാപനങ്ങൾ നഗരസഭ സീൽ ചെയ്തു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ത് ടൂറിസ്റ്റ് ഹോം, സർവീസ് റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തീരം റെസ്റ്റോറന്റ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. അന്നമനട സർക്കാർ UP സ്കൂളിൽ നടന്ന കലോത്സവം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.